തൃശൂരിൽ വനംവകുപ്പും പോലീസും ചേർന്ന് യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. വീട്ടിൽ സൂക്ഷിച്ച പോത്തിറച്ചി മ്ലാവിറച്ചി ആണ് എന്നാരോപിച്ചാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. ചാലക്കുടി സ്വദേശികളായ ജോബിയും സുജീഷും 35 ദിവസത്തോളം ജയിലിൽ ആയിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് പോത്തിറച്ചിയാണെന്ന് തെളിഞ്ഞത്. കൊണ്ടുപോയി ജോബിനെ കാണിച്ചു, അറിയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അറിയും, പിന്നെ ഇറച്ചി കൊടുത്തിട്ടുണ്ട്, ഒരു കാട്ടിറച്ചിയാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇത് കാട്ടിറച്ചിയല്ല, ഇത് പോത്തിറച്ചിയാണ്. ഇത് ഞാൻ കൊടുത്തതാണ്, 20 ദിവസം മുന്നേ കൊടുത്തതാണ്. 20 ദിവസം അവന് ഇവിടെ ഇല്ല, ഇവൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ ഫ്രീസറിൽ വെച്ച് പോയതാണ്. കാട്ടിറച്ചിയാണോ നാട്ടിറച്ചിയാണോ എന്ന് നീ ഞങ്ങളെ പിടിപ്പിക്കണ്ട, നീ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കാൻ പറഞ്ഞ് ജോബിനെ മാറ്റിയിരുത്തി എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി പറയാൻ പറഞ്ഞു. നമുക്ക് എന്താ പറയുക, സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായിട്ട് നന്നായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് നല്ലവണ്ണം തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, വനം വകുപ്പിന്റെ വിവാദ നടപടികളുടെ കൂട്ടത്തിൽ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ യുവാക്കൾ നടപടിക്കായി പോലീസിനെതിരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്കായി ഉന്നത ഉദ്യോഗസ്ഥരെയോ മറ്റോ അധികാരികളെയോ സമീപിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഈ കേസിൽ ഇപ്പോൾ ഒരു ആരോപണം മാത്രമാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. കാരണം 2024 സെപ്റ്റംബർ 30 നടന്ന കേസാണിത്. അന്ന് ഈ കേസിൽ പ്രതികളെ തെളിവ് സഹിതമാണ് പോലീസ് പിടികൂടിയതെന്നുള്ളതാണ് പോലീസും വനവകുപ്പും പറയുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മ്ലാവിറച്ചി വീട്ടിലെത്തിച്ച് ഭക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം, ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം ഈ പ്രതി ജോബിയുടെ വീട്ടിലെത്തി ഇറച്ചി സഹിതം കസ്റ്റഡിയിൽ എടുക്കുകയും വനംവകുപ്പിന് വിവരം കൈമാറുകയുമായിരുന്നു. വനംവകുപ്പ് അന്ന് ഇവരെ രണ്ടുപേരെയും, അതായത് ഇറച്ചി ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആളെയും അതോടൊപ്പം തന്നെ ഇയാൾക്ക് കൊടുത്ത ആളെയും, ജോബിയെയും സജീഷിനെയും രണ്ടുപേരെയും കസ്റ്റഡി എടുക്കുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി 35 ദിവസത്തോളം ഇവർ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ വീട്ടിൽ നിന്നും കണ്ടെടുത്ത തൊണ്ടി മുതൽ തെളിവായിട്ടുള്ള ഇറച്ചി ഇറച്ചി സാമ്പിൾ എടുത്ത് നടത്തിയ പരിശോധനയിൽ ഇത് മ്ലാവിറച്ചിയല്ലെന്ന് വ്യക്തമാവുകയായിരുന്നു. കഴിഞ്ഞ ഈ മാസം 8-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മ്ലാവിറച്ചിയല്ല എന്ന് വ്യക്തമാവുകയും അതേ തുടർന്ന് പോലീസും വനംവകുപ്പും ചേർന്ന് കള്ളക്കേസ് എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം ആരോപണവുമായി ഇവരുടെ അഭിഭാഷകനും ഈ രണ്ട് വ്യക്തികളും മുന്നോട്ട് വരുന്നത്. ഏതായാലും പോലീസും വനംവകുപ്പും ചേർന്നൊരു കള്ളക്കേസാണ് തങ്ങൾക്ക് മേലെ ചുമത്തിയിട്ടുള്ളത്. നിരപരാധികളായ തങ്ങളെ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടന്നത്. അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു, വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. പക്ഷേ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസറും അതോടൊപ്പം തന്നെ പോലീസും നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ നൽകുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വാട്സാപ്പ് ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡി എടുത്തതും പിന്നീട് റിമാൻഡ് ചെയ്തതെന്നുമാണ് ഉള്ളത്. ഏതായാലും പോലീസിനും വനംവകുപ്പിനുമെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ രണ്ട് യുവാക്കളും. ഇവരുടെ അഭിഭാഷകനും ഇതേ കാര്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇവരെ കേസിൽ പ്രതി ചേർത്ത പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷകൻ പറയുന്നു.